കുടുംബത്തിൻ്റെ നന്മയ്ക്കായി രണ്ട് സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തി ബലിയർപ്പിച്ച വാർത്തയുടെ ഞെട്ടലിലാണ് കേരളം. ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും അന്ധവിശ്വാസങ്ങൾക്ക് അറുതിയില്ലാതാകുന്നത് നമ്മെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. അതേസമയം മനുഷ്യൻ്റെ വിശ്വാസങ്ങളെയും ദൈവത്തിലുള്ള ആശ്രയബോധത്തെയും ഇത്തരം യുക്തിരഹിതവും നിഷ്ഠൂരവുമായ ക്രൂരതകളുടെ പേരിൽ വിമർശിക്കുക സാധ്യവുമല്ല. ആരോഗ്യകരമായ ദൈവവിശ്വാസത്തെക്കുറിച്ചും മതാത്മക ജീവിതത്തെക്കുറിച്ചും നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഉത്തമമായ വ്യക്തിജീവിതത്തിനും സന്തോഷകരമായ കുടുംബജീവിതത്തിനും സമാധാനപൂർവകമായ സമൂഹ ജീവിതത്തിനും അനിവാര്യമാണ്. അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും വിട ചൊല്ലാത്ത മതങ്ങൾ പലതും പഴയകാല ക്രൂരതകൾ ഇന്നും വിവിധ രീതികളിൽ തുടരുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അനന്യത തിരിച്ചറിയാനും ലോകത്തിന് സാധിക്കണം. ശാസ്ത്രത്തെ വളർത്തുകയും വിമർശനാത്മക സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മനഃശാസ്ത്ര സമീപനങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യകരമായ മതവിശ്വാസത്തെക്കുറിച്ച് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നു. ഏവർക്കും സ്വാഗതം. മതവിശ്വാസവും അനുഷ്ഠാനങ്ങളും മാനസികാരോഗ്യത്തിന് ഉപകാരപ്രദമാണ് എങ്കിലും വഴിതെറ്റിയാൽ അവ അപകടകരങ്ങളാകാം. ചിലപ്പോൾ അവ മാനസിക രോഗങ്ങളിലേക്ക് പോലും നയിക്കാം. ചില മതാനുഷ്ഠാനങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തെക്കാൾ ശിക്ഷിക്കുന്ന ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ചില വ്യക്തികളിലെങ്കിലും അനാവശ്യമായ ഭയത്തിനും കുറ്റബോധത്തിനും കാരണമാകുന്നുമുണ്ട്. കുറ്റബോധവുമായി ബന്ധപ്പെട്ട ഒരു മാനസിക രോഗമാണ് അനിയന്ത്രിതമായ ചിന്തകളും പ്രവർത്തികളും അഥവാ ഒബ്സഷൻസ് ആൻഡ് കമ്പൽഷൻസ്. ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം തന്നെ ചെയ്ത കുറ്റത്തിന് എത്രമാത്രം പരിഹാരം ചെയ്താലും മതിയാവുകയില്ല എന്നും അതുകൊണ്ട് എപ്പോഴും പരിഹാരം ചെയ്തുകൊണ്ടിരിക്കണം എന്നുമുള്ള നിരന്തര ചിന്തയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു പാപത്തെക്കുറിച്ച് തന്നെ പല പ്രാവശ്യം ഏറ്റുപറഞ്ഞു എന്നിരിക്കും. പക്ഷെ അവരുടെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത കൈവരില്ല. മതാനുഷ്ഠാനങ്ങളെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗമായി ചിലർ ഉപയോഗിക്കാറുണ്ട്. ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും പല ഉത്തരവാദിത്തങ്ങളുണ്ടായിരിക്കും. ചില വ്യക്തികൾക്ക് മതവും മതാനുഷ്ഠാനങ്ങളും ജീവിത പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി തീരാം. കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതെ ധ്യാനമന്ദിരങ്ങളിൽ മാറി മാറിപ്പോയി ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നതും വീട്ടിലെ ജോലികൾ ചെയ്യാതെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പോയി മണിക്കൂറുകൾ ചെലവഴിക്കുന്നതുമൊക്കെ ചിലപ്പോൾ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകാം. പരീക്ഷ വരുമ്പോൾ ശരിയായി പഠിക്കാതെ നൊവേനയിൽ പങ്കെടുത്ത് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും വികലമായ മതവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. ഒരു വ്യക്തിക്ക് തന്നോട് തന്നെയും മറ്റുള്ളവരോടുമുള്ള സമീപനം ദൈവത്തോടുള്ള അയാളുടെ ബന്ധത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട്. മതവിശ്വാസം ദൈവവുമായുള്ള ബന്ധമാണല്ലോ. ഒരു വ്യക്തി ദൈവത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അയാളുടെ മതവിശ്വാസത്തിൻ്റെ നിലവാരം പോലും നിലനിൽക്കുന്നത്. വെറുമൊരു ചടങ്ങായി മാത്രം മതവിശ്വാസത്തെ കാണുന്ന വ്യക്തിക്ക് പ്രാർത്ഥനയും മറ്റു മതാനുഷ്ഠാനങ്ങളും സംതൃപ്തികരമായിട്ട് അനുഭവപ്പെടണമെന്നില്ല. സ്നേഹത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും ഊഷ്മളതയില്ലാതെ കേവലം ഔപചാരികമായി നാം പലപ്പോഴും വ്യക്തികളുമായിട്ട് ഇടപെടാറുണ്ടല്ലോ. അതുപോലുള്ള ഒരു ബന്ധം മാത്രമായിട്ടായിരിക്കും അവർക്ക് ദൈവവിശ്വാസം അനുഭവപ്പെടുക. സ്നേഹിക്കാനുള്ള കഴിവ് മതവിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവിശ്വാസം വഴി സമാധാനവും സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ നാം ഓരോരുത്തരും സ്നേഹിക്കാൻ പഠിക്കണം. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ നല്ലതാണെങ്കിൽ ആധ്യാത്മിക ജീവിതവും സന്തോഷകരമായിരിക്കും. ഫരിസേയൻ്റെ പ്രാർത്ഥനയെ ഈശോ അപലപിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഫരിസേയൻ സ്വയം പുകഴ്ത്തുന്നവനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവനും അഹങ്കാരിയുമായിരുന്നു. നേരെ മറിച്ച് ചുങ്കക്കാരൻ തന്നെ തന്നെ തുറന്ന മനസ്ഥിതിയോടെ അംഗീകരിക്കുന്നവനും ദൈവത്തിൻ്റെ സ്നേഹത്തിലും അനുകമ്പയിലും വിശ്വസിക്കുന്നവനുമായിരുന്നു. മാനസികാരോഗ്യത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള ധാരണകൾ നമ്മുടെ ശൈശവ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിന് ഇക്കാര്യത്തിൽ പ്രസക്തിയുണ്ട്. ദൈവത്തെ സ്നേഹസമ്പന്നനും ക്ഷമാശീലനും അനുകമ്പയുള്ളവനുമായി കാണുന്ന വ്യക്തി ഈ വക കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്നാണ് അനുഭവിച്ചിട്ടുണ്ടാവുക. ദൈവത്തെ ഭയപ്പെടുകയും ശിക്ഷിക്കുന്നവനുമൊക്കെയായി ദർശിക്കുന്ന വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ
മാതാപിതാക്കന്മാരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ആധുനിക മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ നവജാത ശിശുവിന് വളരെയധികം ഉത്കണ്ഠയുണ്ട്, ആങ്സൈറ്റി ഉണ്ട്. കാരണം ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഘട്ടമായിരുന്നു അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞ കാലം. ജനനം വഴി അവൻ അരക്ഷിതത്വവും ഉത്കണ്ഠകളും നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. താൻ പ്രവേശിക്കുന്ന പുതിയ ലോകം എങ്ങനെയുള്ളതാണ്, അവിടെയുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നിങ്ങനെയുള്ള അനേകം ആകാംക്ഷകൾ ശിശുവിനുണ്ടാവുക സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള ഉത്കണ്ഠകളും അരക്ഷിതത്വ ബോധവും ശിശു തരണം ചെയ്യുന്നത് തന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും ചെയ്യുന്ന വ്യക്തികൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ്. മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും ശിശുവിനെ സ്നേഹിക്കുകയും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവനിൽ സുരക്ഷിതത്വ ബോധം ജനിക്കുകയും മറ്റുള്ളവരെ അവൻ സ്നേഹിക്കാൻ പഠിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്ന, തൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി സാധിച്ചു തരുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരിക്കുക ശിശുവിന് ആവശ്യമാണ്. ഈ വ്യക്തിയിൽ ശിശു തന്നെ മുഴുവനായി അർപ്പിക്കും. ഈ മനോഭാവത്തിന് എറിക്സൺ പറയുന്ന പേരാണ് ട്രസ്റ്റ് എന്നത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണ്, എനിക്കൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന ചിന്തയാണ് ശിശുവിന് ഇതിലൂടെ ലഭിക്കുന്നത്. അങ്ങനെ ശിശുവിൻ്റെ മനസ്സ് സ്വസ്ഥമാകുന്നു. മതവിശ്വാസവും മാനസിക ആരോഗ്യത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കണമെങ്കിൽ ദൈവം സ്നേഹസമ്പന്നനായ പിതാവാണ് എന്ന ബോധ്യം ഈ മാതാപിതാക്കന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തിയിലും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. മതത്തോടുള്ള ആദ്യകാല മനഃശാസ്ത്രജ്ഞന്മാരുടെ നിഷേധാത്മക സമീപനം മതവിശ്വാസികളെ വളരെയധികം ദുഃഖിതരാക്കിയിട്ടുണ്ട്. എന്നാൽ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ വ്യക്തിയുടെ വളർച്ചയിൽ മതത്തിനും ആധ്യാത്മികതയ്ക്കുമുള്ള സ്ഥാനം അംഗീകരിക്കുന്നുണ്ട്. വില്യം ജെയിംസ്, ഗോർഡൻ ആൾപോർട്ട്, എറിക് ഫ്രോം, റോളോമെയ് കാൾമെന്നിഗ്, വിക്ടർ ഫ്രാങ്കിൾ, വില്യം പാർക്കർ ഇങ്ങനെയുള്ള പല മനഃശാസ്ത്രജ്ഞന്മാരും വ്യക്തിത്വ വളർച്ചയും ആത്മീയതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയവരാണ്. അവരുടെ അഭിപ്രായത്തിൽ ആധ്യാത്മിക മൂല്യങ്ങൾ സമഗ്രമായ വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്നവയാണ്. അതുപോലെ ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നതിൽ അത് വ്യക്തികളെ ഏറെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മനഃശാസ്ത്രത്തോടുള്ള മതത്തിൻ്റെ സമീപനത്തിലും സാരമായ വ്യതിയാനം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാനസിക വളർച്ചയും ആധ്യാത്മിക വളർച്ചയും ഒത്തുപോകേണ്ടതാണ് എന്നും മാനസിക പ്രശ്നങ്ങൾ ആധ്യാത്മിക വളർച്ചയെ ബാധിക്കുമെന്നും ആധ്യാത്മിക ചിന്തകർക്ക് മാത്രമല്ല മനഃശാസ്ത്രജ്ഞർക്കും ബോധ്യമായിട്ടുള്ള വസ്തുതകളാണ്. പുതിയ പല ഗവേഷണങ്ങളും തെളിയിക്കുന്നത് മതവിശ്വാസവും പ്രാർത്ഥനയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നുവെന്നാണ്. കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഫങ്ക് എന്ന മനഃശാസ്ത്രജ്ഞൻ നടത്തിയ ഗവേഷണത്തിൽ ദൈവവിശ്വാസികളിൽ അനാരോഗ്യകരമായ ഉത്കണ്ഠകൾ ദൈവവിശ്വാസം ഇല്ലാത്തവരിലേക്കാൾ കുറവാണ് എന്നാണ് കണ്ടത്. റൈറ്റ് എന്ന മനഃശാസ്ത്രജ്ഞന്റെ ഗവേഷണം അനുസരിച്ച് മതവിശ്വാസികൾ സാമൂഹിക ബന്ധങ്ങളിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. സമൂഹത്തെ കുടുംബമായും സമൂഹാംഗങ്ങളെ സഹോദരരായും കണക്കാക്കാനാണല്ലോ പ്രധാനപ്പെട്ട മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ലാൻസ് എന്ന മനഃശാസ്ത്രജ്ഞന്റെ ഗവേഷണം തെളിയിക്കുന്നത് ദൈവവിശ്വാസികൾ സ്വയം മതിപ്പിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്നാണ്. തങ്ങൾ ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ദൈവപുത്രരാണ് എന്നുമുള്ള അവരുടെ അവബോധമാണ് അതിന് കാരണം. വിഷാദരോഗം മതവിശ്വാസികളിൽ താരതമ്യേന കുറഞ്ഞു കാണുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ആധ്യാത്മിക മൂല്യങ്ങളും മനഃശാസ്ത്ര സമീപനങ്ങളും സമന്വയിപ്പിക്കുന്ന ലോഗോ തെറാപ്പിയുടെ ആരംഭകൻ വിക്ടർ ഫ്രാങ്കിൾ എന്ന മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാനസികാരോഗ്യത്തിന് ഏറ്റവും ആവശ്യകമായ ഒരു ഘടകമാണ് ജീവിതത്തിന് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അർത്ഥമുണ്ടായിരിക്കുക എന്നത്. ആത്മഹത്യകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ഘടകം ജീവിതത്തിന് അർത്ഥമില്ല എന്ന ചിന്തയാണ്. ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ചില മൂല്യങ്ങൾ ആവശ്യമാണ്. ഭൗതിക നേട്ടങ്ങൾ മാത്രം മൂല്യങ്ങളായി കരുതുന്ന വ്യക്തിക്ക് നിരാശയും പരാജയബോധവും കൂടിയിരിക്കും. ഭൗതിക നേട്ടങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ആധുനിക ലോകത്തിൻ്റെ ചിന്താഗതി വളരെയധികം മാനസിക പ്രശ്നങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്നുണ്ട്. നേട്ടങ്ങൾ മാത്രമല്ല ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും അർത്ഥമുണ്ട്. രോഗവും പരാജയങ്ങളും പ്രതിസന്ധികളും എല്ലാം ജീവിതത്തിന് അർത്ഥം നൽകുന്നവയാണ്. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കാത്ത പലതുമുണ്ട്. നമ്മുടെ ശരീരപ്രകൃതിയിൽ പോലും ചിലപ്പോൾ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ഒരിക്കലും മാറാത്ത ഒരു രോഗമായിരിക്കും നമ്മെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രോഗം
പരാജയങ്ങൾ, മരണം എന്നിവയെല്ലാം ജീവിതത്തിൻ്റെ ഘടകങ്ങളാണ്. ഇങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കാത്ത കാര്യങ്ങളോട് നമ്മൾ ആരോഗ്യകരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. മാറ്റാൻ സാധിക്കാത്ത കാര്യങ്ങൾ നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്രകാരമുള്ള ഒരു സമീപനം എളുപ്പമായിരിക്കും. ആധ്യാത്മിക മൂല്യങ്ങളും മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളും വേണ്ട വിധത്തിൽ സംയോജിപ്പിച്ചുപയോഗിച്ചാൽ മാനസിക പ്രശ്നങ്ങൾ ഫലപ്രദമായി തരണം ചെയ്യാൻ സാധിക്കുമെന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണ് പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനും മനോരോഗ വിദഗ്ധനുമായ ഡോക്ടർ വില്യം പാർക്കറുടെ ഗവേഷണങ്ങൾ. ബൈബിളിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനാ രീതിയും ശാസ്ത്രീയമായ കൗൺസിലിംഗ് രീതികളും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിനെല്ലാം ഉപരിയായി വ്യക്തിത്വ വികസനം സാധിക്കുന്നതിനും സഹായിക്കുമെന്നതിൻ്റെ തെളിവാണ് വില്യം പാർക്കർ രൂപം കൊടുത്ത പ്രാർത്ഥന ചികിത്സ എന്ന രീതി. ശരിയായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന മാനസിക ശക്തികൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നല്ലൊരു ശതമാനം മാനസിക രോഗികൾക്കും കൗൺസിലിങ്ങിൻ്റെയും മനോരോഗ ചികിത്സകളുടെയും ആവശ്യമുണ്ടാകുമായിരുന്നില്ല എന്നത് പ്രസിദ്ധ മനോരോഗ ചികിത്സകനായ എഡ്ഗാർ ജാക്സന്റെ അഭിപ്രായമാണ്. ഫ്രോയിഡിൻ്റെ സമകാലികനും സൈക്കോ അനാലിസിസ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭകരിൽ ഒരാളുമായിരുന്ന കാൾ യുങ് മാനസിക പ്രശ്നങ്ങളുമായി തന്നെ സമീപിച്ചിരുന്ന രോഗികളെ പലപ്പോഴും വൈദികരുടെ പക്കൽ പോയി കുമ്പസാരിക്കുന്നതിന് പ്രേരിപ്പിക്കുമായിരുന്നു. മതവിശ്വാസവും ആധ്യാത്മികതയും പ്രാർത്ഥനാ ജീവിതവും മാനസിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വളരെയേറെ സഹായകമാണ്. അതുപോലെ തന്നെ മനഃശാന്തി കൈവരുത്തുന്നതിന് അവ ഉപകരിക്കുകയും ചെയ്യും. ഇക്കാരണങ്ങളാൽ തന്നെ മനഃശാന്തി നഷ്ടപ്പെടുത്തുകയും സ്വജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ജീവനെയും അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു മതവിശ്വാസവും ഭാവാത്മകമായി പരിഗണിക്കപ്പെടാൻ കഴിയില്ല. അവ ദൈവവിശ്വാസത്തിൻ്റെയോ മതാത്മക ജീവിതത്തിൻ്റെയോ ആരോഗ്യകരമായ അടയാളങ്ങളല്ല, മറിച്ച് അടിയന്തിരമായി തുടച്ചു മാറ്റപ്പെടേണ്ട അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ്. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.